കാലുമാറുകയും കൂറുമാറുകയും വാഗ്ദാനം ലംഘിക്കുകയും ചെയ്യുന്ന പാർട്ടികളുടെ കൂട്ടത്തിൽ മുസ്ലിം ലീഗ് ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. ഒരു കാലത്തും. പല ദുർഘട ഘട്ടങ്ങളും അതുകൊണ്ട് മുസ്ലിം ലീഗിന് വന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, ബാബരി മസ്ജിദിന്റെ തകർച്ചയെ തുടർന്ന് മുസ്ലിം ലീഗിന് വലിയ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കുറെ ആളുകൾ പാർട്ടിയിൽ നിന്ന് പോയിട്ടുണ്ട്. പാർട്ടിക്ക് MLA-മാരുടെ എണ്ണം 8ലേക്ക് കുറഞ്ഞു വന്നിട്ടുണ്ട്. MP-മാരുടെ എണ്ണം 1 ചുരുങ്ങിയിട്ടുണ്ട്. എന്നിട്ടും മുസ്ലിം ലീഗ് അഭിപ്രായം മാറ്റിയോ? അപ്പോഴും മുസ്ലിം ലീഗ് പറഞ്ഞത് ഞങ്ങളുടെ ആശയം അത് സുവ്യക്തമാണ്. നേട്ടങ്ങൾക്ക് വേണ്ടി MLA-മാരുടെ എണ്ണം കൂട്ടാൻ, മന്ത്രിമാരെ കൂടുതൽ ഉണ്ടാക്കാൻ, MP-മാരുടെ എണ്ണം കൂട്ടാൻ, ഏതെങ്കിലും പ്രദേശത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടാകാൻ, ജില്ലാ പഞ്ചായത്തിൽ അംഗം ഉണ്ടാകാൻ നയങ്ങൾ മാറ്റുക, കരാർ ലംഘിക്കുക, ഇതിനൊന്നും മുസ്ലിം ലീഗ് തയ്യാറല്ല. ഇത് മൺമറഞ്ഞു പോയ മഹാരഥന്മാരായ നേതാക്കൾ കാണിച്ചു തരികയും ആദരണീയനായ മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും അതിനുശേഷം ഹൈദരലി ശിഹാബ് തങ്ങളും ഇപ്പോ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളും മുറുകെ പിടിക്കുന്ന നയമാണ്, ആശയമാണ്. ആ ആശയമാണ് മുസ്ലിം ലീഗിനെ മറ്റുള്ളവരിൽ നിന്ന് ഭിന്നമാക്കുന്നത്. വിശ്വസിക്കാൻ പറ്റുന്ന പാർട്ടി. എനിക്കറിയാലോ, ഇപ്പോ ഏറ്റവും ഒടുവിലായി, ഞാൻ പഴയ കാര്യങ്ങളിലേക്ക് ഒന്നും കടക്കുന്നില്ല സമയം, ഏറ്റവും ഒടുവിലായി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വന്നു. മുഴുവൻ ചാനലുകളും നിങ്ങൾ കണ്ടില്ലേ? മുഴുവൻ പത്രമാധ്യമങ്ങളും നിങ്ങൾ വായിച്ചില്ലേ? എന്താ പറയുന്നത്? മുസ്ലിം ലീഗാണ് നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് നടത്തിയതും വിജയിപ്പിച്ചതും എന്ന്. മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയായിരുന്നില്ല. മുസ്ലിം ലീഗിന്റെ ഒരു ഘടകകക്ഷിയുടെ സ്ഥാനാർത്ഥി ആയിട്ട് പോലും അവിടെ ദിവസങ്ങളോളം, ആഴ്ചകളോളം ക്യാമ്പ് ചെയ്ത് ആ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ മുസ്ലിം ലീഗ് മുന്നിൽ നിന്നു. അവിടുത്തെ സ്ഥാനാർത്ഥി ശ്രീ ആര്യാടൻ ഷൗക്കത്ത്, അദ്ദേഹത്തിന്റെ പിതാവ് വന്ദ്യനായ ശ്രീ ആര്യാടൻ മുഹമ്മദ്, ഇവരുടെയൊക്കെ പഴയകാല പ്രസ്താവനകൾ എടുത്ത് ലീഗിനെയും ലീഗ് പ്രവർത്തകരെയും ലീഗ് വോട്ടർമാരെയും പ്രകോപിപ്പിക്കാനുള്ള ഒരുപാട് ശ്രമങ്ങൾ നടന്നു. ആരെങ്കിലും അത് കേട്ട് വഴിപിഴച്ചു പോയോ? ആരെങ്കിലും അത് കേട്ട് മാറി ചിന്തിച്ചോ? ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ നേതാക്കന്മാർ, അബിദ് ഹുസൈൻ തങ്ങളും പാറക്കലും പാണ്ഡികശാലയും റസാഖ് മാഷും ടി ഇസ്മായിലും അടക്കമുള്ള മുഴുവൻ ആളുകളും നിലമ്പൂരിൽ ക്യാമ്പായിരുന്നു. എന്തിനാ? മുസ്ലിം ലീഗ് ഒരു മുന്നണിയിലുണ്ട്. ആ മുന്നണിയുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കൽ സ്വന്തം സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുന്നതിന് തുല്യമാണ്. ആ ഉത്തരവാദിത്വം നിർവഹിക്കണം. അത് കഴിഞ്ഞിട്ട് പോന്നാ മതി എന്നാണ്